കർണനാണ് ദുശ്ശളയ്ക്കായി ആ പേര് നിർദ്ദേശിച്ചത്. സിന്ധുരാജനായ ജയദ്രഥൻ എന്തുകൊണ്ടും പെങ്ങൾക്ക് അനുയോജ്യനായിരിക്കും. മഹാവീരനാണ് അദ്ദേഹം. പാഞ്ചാലി സ്വയംവരം നാൾ ഞാനത് നേരിൽ കണ്ടതാണ്. അപ്പോൾ ദുശാസനൻ ചോദിച്ചു, മറ്റു ചില കഥകൾ അയാളെ പറ്റി ഉണ്ടല്ലോ. ആശ്രമവാസികളായ പാണ്ഡവരെ ധിക്കരിച്ച് പാഞ്ചാലിയെ സ്വന്തമാക്കാൻ ശ്രമിച്ചത്. അത് കേട്ട് കർണൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദുശാസന, വീരന്മാരെ പറ്റി ഇത്തരം പല കെട്ടുകഥകളും ഉണ്ടാകും. സ്വന്തം കരുത്തിൽ സംശയമുള്ളവർ പറഞ്ഞു വരുത്തുന്ന കഥകൾ. അതെല്ലാം നാം വിശ്വസിക്കണം. പ്രത്യേകിച്ചും 5 പേർ ഭർത്താക്കന്മാരായ ദ്രൗപദിയെക്കുറിച്ചാവുമ്പോൾ. കർണന്റെ ചോദ്യത്തെ മൗനം കൊണ്ട് അവർ പൂരിപ്പിച്ചു നിന്നപ്പോൾ കർണൻ തുടർന്നു, ഞാൻ എങ്ങനെ നിങ്ങൾക്ക് വിശ്വസ്തനായിരിക്കുന്നുവോ അതുപോലെ തന്നെയാവും അയാളും എന്നുറപ്പിക്കാം. നിങ്ങൾ അനുവാദം തരുമെങ്കിൽ ഞാൻ മുൻകൈയെടുക്കാം. ദുശ്ശള എന്റെയും പെങ്ങളാണല്ലോ. അത് കേട്ട് സുയോധനൻ പറഞ്ഞു, ഞങ്ങൾക്ക് സമ്മതമാണ്. നീ ഉചിതം പോലെ പ്രവർത്തിച്ചു കൊള്ളുക. സുയോധനന്റെ വാക്കുകൾ ശിരസാ വഹിച്ചുകൊണ്ട് കർണൻ പിൻവാങ്ങി. അധികം വൈകാതെ തന്നെ പെണ്ണുകാണൽ ചടങ്ങ് നടന്നു. അർക്കശോഭയോടെ തിളങ്ങുന്ന അയാളെ ഹസ്തിനപുരം യഥാവിധി മാനിച്ച് ആതിഥ്യമരുളി. ഭാനുമതിയാണ് അവളെ അണിയിച്ചൊരുക്കി സഭാമണ്ഡപത്തിൽ എത്തിച്ചത്. രത്നഖചിതമായ പീഠത്തിൽ തന്റെ കുഞ്ഞു പെങ്ങൾ നാണം പൂണ്ട് മുഖം കുനിച്ചിരിക്കുന്നത് സുയോധനൻ നിർവൃതിയോടെ നോക്കി നിന്നു. ജയദ്രഥനോ? പാണ്ഡവരെ ക്ഷണിക്കുമ്പോൾ അത്ഭുതത്തോടെയാണ് ധർമ്മപുത്രർ ചോദിച്ചത്. കുന്തിക്ക് സന്തോഷമായി. പോരാൻ നേരം അവർ പറഞ്ഞു, ഞാൻ ഭയപ്പെട്ടത് സംഭവിച്ചില്ലല്ലോ, സന്തോഷമുണ്ട്. അപ്പോൾ സുയോധനൻ ചോദിച്ചു, എന്തായിരുന്നു അത്? അത് അവർ ഒന്ന് നിർത്തി വിതുരരെ നോക്കി. പിന്നെ സാവകാശം പറഞ്ഞു, കർണനെയാണ് ഞാൻ വരനായി പ്രതീക്ഷിച്ചത്. അത് സംഭവിച്ചില്ലല്ലോ, ആശ്വാസം. സുയോധനൻ ഒന്നും പറഞ്ഞില്ല. എല്ലാവരും അത് ആഗ്രഹിച്ചിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഭയന്നിട്ടുണ്ടാവണം. ഹസ്തിനപുരം കണ്ട ഏറ്റവും വലിയ ആഘോഷമായിരുന്നു ദുശ്ശളയുടെ വിവാഹം. വിവാഹത്തിന് എല്ലാവരും എത്തിയിരുന്നു, പാണ്ഡവരും. അങ്ങനെ 105 സഹോദരങ്ങൾ നിരന്നുനിന്ന സഭയിൽ വെച്ച് ജയദ്രഥൻ ദുശ്ശളയെ താലി ചാർത്തി. ഭർത്തൃഗൃഹത്തിലേക്കുള്ള യാത്രയ്ക്ക് സമയമായി. ദുശ്ശള മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും വന്നിച്ച് സുയോധന സമീപമെത്തി. ആ കാൽക്കീഴിൽ തൊട്ടു വന്നിച്ചു. അച്ഛൻ മകളെ എന്ന പോലെ അയാൾ സോദരിയെ പിടിച്ചുയർത്തി മാറോടണച്ചു. അയാളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. അത് കണ്ടു നിന്നവരുടെയും.